കൂട്ടക്കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമലയിലെ അഫാന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കടയിലാണ് ഞാനുള്ളത്. ഈ കടയിലാണ് അഫാന്റെ ഉമ്മയും അനിയനുമൊക്കെ സാധാരണയായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഈ കടയിലെ ചേച്ചി നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്താണ് പേര്? സുന്ദു. എത്ര നാളായിട്ട് അറിയൂരെ? നമ്മളിവിടെ വന്നിട്ട് 10 വർഷമായി. നമ്മൾ വന്ന ശേഷമാണ് അവർ വന്നത്. അപ്പോഴൊട്ടെ ഞങ്ങൾ കട ഇട്ടിട്ട് 4-5 വർഷമായി. കടയുടെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ച് വന്ന് സാധനം വാങ്ങിച്ചു. അന്ന് തൊട്ടേ കടത്തിനും വാങ്ങിക്കും, പൈസ തന്നും വാങ്ങിക്കും. ഈ ഉമ്മയെ കാണാറുണ്ട്? ഉമ്മ വരും, അവൾ വന്ന് രാവിലെയൊക്കെ ഓടിക്കൊണ്ട് വരും മാവ് വാങ്ങിക്കാനും. കൊച്ചുങ്ങൾക്ക് പോകണമില്ല, പഠിക്കാൻ പോകണോണ്ട് ഓടിക്കൊണ്ട് വരും. നല്ല സ്നേഹമുള്ളവളാണ്. ഈ പയ്യൻ ഇങ്ങോട്ട് വരാറുണ്ടോ? അവനും വരും. ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞില്ല. ഇളയ എന്നും വരും, എന്നും കൊച്ചു മോയണ്ടല്ലോ അവൻ വരും. എടുക്കണ്ടായിരുന്നു ചേച്ചിയാരൊക്കെ. അവസാനമായിട്ട് എപ്പോഴാ വന്നേ? ഇന്നലെ 4 മണിക്ക് സ്കൂള് വിട്ടു പോണു. 4:30 ഞാൻ ഇവിടെ നിൽക്കായിരുന്നു. കൊച്ചിങ്ങനെ പോവായിരുന്നു. പോയിട്ട് അവിടെ നിൽക്കായിരുന്നു. മൂത്തയാള് ബൈക്കിൽ ഇരിക്കായിരുന്നു. എന്നിട്ട് അവൻ തന്നെ ഇവനെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോണുണ്ട്. ഇങ്ങനെ പോണ കണ്ട് തിരിച്ച് ഇളയാള് മാത്രം സ്കൂട്ടർ ആട്ടയില് വരണുണ്ട്. വന്ന് ഒരു കവറും കൈയിരിക്കായിരുന്നു. ഈ കൊച്ചുമോണ്ടല്ല ആ മോൻ. അപ്പൊ ഒരു 5:30 മണിക്കകത്ത് അത്രയാവുള്ളൂ. അതിനപ്പുറം പോലും 5:05-ക്കകത്തേ വരും. പിന്നെ ഞാൻ അവനെ കണ്ടില്ല. അങ്ങോട്ട് കൊണ്ടുപോണതേ കണ്ടോളൂ. പിന്നെ മൂത്തവനെ കണ്ടിട്ടില്ല. അത് ജീപ്പ്, പോലീസ് ജീപ്പ് വന്നല്ലേ, ഞങ്ങൾ ഇവിടെ നിൽക്കില്ലേ. ജീപ്പ് എപ്പോഴും പോണയാണല്ലോ. അതുകൊണ്ട് പിന്നെ ജീപ്പ് പോയപ്പോ നമ്മൾ ഒന്നില്ല. ജീപ്പ് അവിടെ നിർത്തുമ്പോ ഏതായിരുന്നാലും ആരും നോക്കി പോവില്ല. ഒരു ജീപ്പ് നിർത്തിയിട്ട് ജീപ്പ് ശകലം ബാക്കിലോട്ട് വന്ന് ഉയരോട്ട് കയറിയപ്പം ഇവിടെ SI സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ ഇവൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞു. ഒരു പാവമാണ് രണ്ടുപേരും. ഇളയനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് ഇവിടെ സാധനത്തിന് പറഞ്ഞത്. നേരത്തെയൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇളയം വരും. എന്നാലും പള്ളിയിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് പോണം. ഞാൻ കണ്ടിട്ടുണ്ട്. ബുള്ളറ്റിന്റെ പുറകെ ഇരുത്തിയൊക്കെ. ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അത് നമുക്ക് അറിഞ്ഞൂടാ. സാമ്പത്തിക പ്രശ്നമൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ ഇഫാനെയും സഹോദരനെയും ഉമ്മയെയും കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ്. പിന്നെ എങ്ങനെ ഇങ്ങനൊരു ക്രൂര കൊലപാതകം ചെയ്യാൻ ഇഫാൻ തയ്യാറായി എന്നതാണ് എല്ലാവർക്കും ഇപ്പോഴും ആശ്ചര്യമുണ്ടാക്കുന്നത്. ക്യാമറമാൻ ബിബിൻ ബുറോയ്ക്കൊപ്പം ഡാൻ കുര്യൻ, News 18.